മുടക്കുഴിയിൽ അക്വഡേറ്റ് തകർന്നു. 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന കാവുംചർച്ച് റോഡിലാണ് സംഭവം. ഇതോടെ പഞ്ചായത്തിലെ 5ഓളം വാർഡുകളിലെ ജലവിതരണം അനിശ്ചിതാവസ്ഥയിലാണ്. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ജനജീവിതം ദുരിതത്തിലാകും. കത്തുന്ന വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ മുടക്കുഴയിൽ അക്വഡേറ്റ് തകർന്നു വീണു. ഇതോടെ പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി അലച്ചിൽ തുടങ്ങി. മുടക്കുഴ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന കാവുംചർച്ച് റോഡിലാണ് അക്വഡേറ്റ് തകർന്നു വീണത്. കൃഷിക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും ആളുകൾ ആശ്രയിച്ചിരുന്ന ജലവിതരണ ശൃംഖലയുടെ ഭാഗമാണ് തകർന്ന അക്വഡേറ്റ്. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഇതിലൂടെ വെള്ളം ഒഴുകിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആ വാർഡിൽ 3, 4, 5 വാർഡുകൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ വാർഡുകളെല്ലാം. ഈ കനാൽ വെള്ളവും അതുപോലെ തന്നെ പൈപ്പ് വെള്ളവുമാണ് ഞങ്ങൾക്കിടെ കുടിവെള്ളമായിട്ടും അതുപോലെ കൃഷിക്ക് അനുയോജ്യമായിട്ടും ഉപയോഗിച്ചു പോകുന്നത്. ഈ കനാൽ വെള്ളം വരുന്നതുകൊണ്ട് ചില കിണറുകൾ ഇപ്പോൾ ഏറ്റവും ചൂട് കാലാവസ്ഥയായിരുന്ന കിണറുകളെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ കനാൽ വെള്ളം വരുമ്പോൾ ഏകദേശം ആ വെള്ളം ഉറവയെടുത്താണ് അങ്ങനെയും ഞങ്ങൾ കുടിവെള്ളമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു കനാൽ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇനിയോ മുന്നിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വേണ്ടുന്ന ഇത് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതല്ല എങ്കിൽ ഈ ചൂട് കാലത്ത് ഞങ്ങൾക്ക് വെള്ളത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കൃഷികൾക്ക് പോലും അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. 58 വർഷമായി ഈ അക്വഡേറ്റ് ഇവിടെയുണ്ട്. പെരിയാർവാലി കനാലിൽ വേങ്ങൂരിൽ നിന്നും ആരംഭിച്ച് മുടക്കുഴ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന ജലവിതരണമാണ് ഇതോടെ ഇല്ലാതായത്. 2 കാലുകളുടെ 2 വശങ്ങളും ഒടിഞ്ഞു വീണ നിലയിലാണ്. ഇവ പൂർവ്വസ്ഥിതിയിലാക്കാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കും. അതുവരെ നാട്ടുകാർ വെള്ളത്തിനായി എന്തു ചെയ്യുമെന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മുടക്കുഴ പഞ്ചായത്തിലെ 5ഓളം വാർഡുകളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.